യൂട്യൂബ് ചാനൽ 555 ഏഞ്ചൽ ടറോട്ട് ലവ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് അതിന് മുൻപായിട്ട് സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ ആണ് കേട്ടോ. അപ്പോൾ ഈ പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യം ഉണ്ടെങ്കിൽ ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ കറണ്ട് എനർജിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ വ്യക്തിയുടെ നിങ്ങളോടുള്ള മനോഭാവം എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഈ പേഴ്സന്റെ ഇപ്പോഴത്തെ അവസ്ഥ, ഇപ്പോഴത്തെ കറണ്ട് എനർജി, നിങ്ങളോടുള്ള കാഴ്ചപ്പാട്, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. നമ്മുടെ ഫസ്റ്റ് ചാനലിലും വീഡിയോ ഇട്ടിട്ടുണ്ട്, അതും പോയി കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന എന്താന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ബാലൻസ് ചെയ്യാനായിട്ട് ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ബാലൻസ് ചെയ്യാന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എന്തൊക്കെയോ കാര്യങ്ങൾ ഈ വ്യക്തിയുടെ വരുതിക്ക് വരുത്താൻ നോക്കുന്നു, ഈ വ്യക്തിയുടെ ഒപ്പം വരുത്തിക്കാൻ നോക്കുന്നു. അതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് ഈ പേഴ്സന്റെ ഇഷ്ടത്തിനനുസരിച്ച് വരുത്തിപ്പിക്കാനാണ് നോക്കണത്. അപ്പൊ അത് സാമ്പത്തികപരമായിട്ടുള്ള ഒരു കാര്യം ഒരു വശമുണ്ട്. അതുപോലെ മറ്റാരോടൊക്കെയോ ഈ പേഴ്സൺ ഫൈറ്റ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. എന്തൊക്കെയോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെയധികം, നമ്മൾ പറയില്ലേ യുദ്ധം ചെയ്യാന്ന് പറയില്ലേ, മറ്റുള്ളവരായിട്ട് വളരെയധികം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ, പിടിവാശി കാണിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ. എനിക്ക് വേണം, എനിക്ക് വേണം, എനിക്കത് കിട്ടണം, എന്നിലേക്ക് അത് വരണം, എനിക്കത് വേണം, ഞാൻ ആഗ്രഹിച്ചതാണ്, എനിക്കത് കിട്ടണം എന്നുള്ള രീതിയിൽ ഈ പേഴ്സൺ വളരെയധികം ഭയങ്കര അധികം ഹാർഡ് വർക്ക് ചെയ്യുന്നതായിട്ടും ആ ഹാർഡ് വർക്കിനേക്കാൾ ഉപരി പിടിവാശി കാണിക്കുന്നതായിട്ട്, അതായത് എനിക്കത് വേണം എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും നിങ്ങളായിട്ടുള്ള ഈ ഒരു കണക്ഷന് വേണ്ടിയിട്ട് വളരെയധികം വളരെയധികം തടസ്സങ്ങൾ കാണിക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ ഇതിന് തടസ്സം നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ വിവാഹം നടത്തി തരാൻ വേണ്ടിയിട്ട് തടസ്സം നിൽക്കുന്ന ആൾക്കാർ, അങ്ങനത്തുള്ള സിറ്റുവേഷൻ ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തീർച്ചയായിട്ടും കാണാൻ പറ്റുന്നത്, ഇവിടെ അതുകൊണ്ട് തന്നെയാണ് ഈ പേഴ്സൺ സ്വന്തമായിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. സ്വന്തമായിട്ടൊരു ബിസിനസ് ആയിരിക്കാം, അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു വീട് പണിയുന്നതായിരിക്കാം. കാരണം ഈ പേഴ്സന്റെ ഫാമിലി ആയിട്ട് നിങ്ങളുമായിട്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ ഒത്തുപോകാൻ പറ്റില്ല, ഒരുമിച്ച് ജീവിച്ചു പോകാൻ പറ്റില്ല എന്നുള്ള ചിന്ത ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ആകുലതകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇതാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഈ പേഴ്സൺ അതുകൊണ്ട് പുതിയ വീട് പണിയുന്നതായിരിക്കാം, അല്ലെങ്കിൽ മാറി താമസിക്കുന്നതിനെ പറ്റി ചിന്തിക്കുന്നതായിരിക്കാം. അങ്ങനെ വളരെയധികം ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ പറ്റുന്നത്, അതെ, ഇവിടെ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ പറ്റുന്നത് വിക്ടറിയാണ്. അതായത് ഈ പേഴ്സൺ എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് കൊണ്ടേ പോരുള്ളൂ. പക്ഷേ ഈ വ്യക്തിയുടെ ഒരു തലയിലെഴുത്ത് എന്താന്ന് വെച്ചാലേ, അതായത് ഈ വ്യക്തിയുടെ നമ്മൾ പറയില്ലേ ഒരു വിധി എന്നൊക്കെ പറയില്ലേ, ഈ വ്യക്തിക്ക് നല്ല എനർജി ഉണ്ട്. അതിനനുസരിച്ച് തന്നെ ഒരുപാട് പേരോട് ഫൈറ്റ് ചെയ്യണം. അങ്ങനത്തെ ഒരു അവസ്ഥകൾ ഈ പേഴ്സൺ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് ജോലി സ്ഥലത്തായിക്കോട്ടെ, ഇപ്പൊ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിലും, നിങ്ങളായിട്ടുള്ള ജീവിതമാണെങ്കിലും, എന്ത് സിറ്റുവേഷനിലാണെങ്കിലും അവിടെ ഒരു സ്ട്രഗിളിങ് സ്റ്റേജ് കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തും വളരെയധികം പോരാടി ജയിക്കണം. അവസാനം വിജയിക്കും ഈ പേഴ്സൺ, അതോർത്ത് പേടിക്കണ്ട. പക്ഷെ ആ വിജയത്തിന് തൊട്ട് മുൻപായിട്ട് വളരെയധികം പൊരുതി നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ. ഒന്നും ഒരു സ്മൂത്തായിട്ട് നടക്കൂല. സിമ്പിളായിട്ട് ജോലി മേടിച്ചു, കല്യാണം കഴിച്ചു, അങ്ങനത്തെ ഒരു ലെവലിലേക്ക് പോകില്ല. എല്ലാം ഭയങ്കരമായിട്ട് ഇങ്ങനെ എനിക്ക് വേണം വേണം വേണം, എനിക്കത് ചെയ്യണം, നല്ല രീതിയിൽ അധ്വാനിച്ചും നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്തുമൊക്കെയാണ് ഈ പേഴ്സൺ ഓരോന്ന് നേടിയെടുക്കണം. അതാണ് ഈ പേഴ്സന്റെ ഒരു എനർജി. ഓക്കെ, ഒരു ഓവറോൾ എനർജി അങ്ങനെയാണ്. അപ്പോൾ നിങ്ങളെ വിട്ടുകളയാൻ ഈ പേഴ്സൺ തയ്യാറല്ല. നിങ്ങളോടുള്ള മനോഭാവം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്തെങ്കിലും പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് സോൾവ് ചെയ്ത് പരിഹരിച്ച് നിങ്ങളിലേക്ക് തന്നെ വന്നെത്താമെന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്.
ഓക്കെ. അപ്പൊ അതിന്റെ ഇടയിൽ ചില സമയങ്ങളിൽ ഈ പേഴ്സൺ വിഷമത്തിലേക്ക് പോകുന്നുണ്ട്, ചെറിയൊരു ഡിപ്രഷനിലേക്കൊക്കെ പോകുന്നുണ്ട്. പക്ഷെ അത് കാര്യമൊക്കെ എടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്, ഈ പേഴ്സൺ കുറച്ച് വിഷമിച്ചാലും അപ്പൊ തന്നെ ആ ഒരു അദൃശ്യ ശക്തി, അതായത് ആ ഒരു യൂണിവേഴ്സിന്റെ ആ ഒരു ശക്തി നിങ്ങളിലേക്ക് വരും, നിങ്ങളിലേക്കും ഈ പേഴ്സണിലേക്ക് വരും. ദെൻ അതവിടെ പ്രവർത്തിക്കുകയും നിങ്ങൾക്ക് ഉടനെ തന്നെ അടുത്ത വഴി തെളിയിച്ച് കാണിക്കുന്നതുമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ വളരെയധികം ഒരു നല്ലൊരു പ്രൊട്ടക്ഷൻ എനർജിയും കൂടിയാണ്. ഓക്കെ, അത് ചിലവരങ്ങനെയാണ്, ഒരുപാട് ഫൈറ്റ് ചെയ്യണം. ബട്ട് അതൊരു യോദ്ധാവിൻ്റെ എനർജിയാണ്, അത് നല്ലത് തന്നെയാണ്. ഓക്കെ. അപ്പൊ ഈ പേഴ്സൺ ഇപ്പോൾ പല കാര്യങ്ങളും ബാലൻസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണം. ആദ്യത്തെ 2 കാർഡ്സും തന്നെ വ്യക്തമാണ്. ഈ വ്യക്തിയുടെ കൈകളിൽ, 2 കൈകളിലും പല പല കാര്യങ്ങൾ ഇരിക്കുന്നുണ്ട്. അതൊന്ന് എന്ത് ചെയ്യണം, അതൊന്ന് ബാലൻസ് ചെയ്യണം. അതാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഈ പേഴ്സണെ കൊണ്ട് പറ്റും. അതിനെയും ഈ പേഴ്സണെ കൊണ്ട് തരണം ചെയ്യാൻ പറ്റും, പല കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക. എല്ലാം നിങ്ങൾക്കും കൂടി വേണ്ടിയിട്ടാണ്, ഒന്നും ഈ വ്യക്തിക്ക് മാത്രമായിട്ടല്ല. അങ്ങനെയാണെങ്കിൽ ഈ വ്യക്തിയുടെ സ്വന്തം കാര്യം നോക്കി പോകാനാണെങ്കിൽ ആദ്യമേ പോകാമായിരുന്നു. അപ്പൊ അങ്ങനെയൊന്നും ഈ പേഴ്സൺ പോയില്ല. പകരം നിങ്ങളോട് മിണ്ടുന്നില്ലായിരിക്കാം, ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുന്നില്ലായിരിക്കാം. പക്ഷെ ഈ പേഴ്സന്റെ മനസ്സിലും ചിന്തകളിലും ആഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളുണ്ട്. നിങ്ങളായിട്ടും കൂടി ഒരുമിച്ച് പോകണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ അത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് ചാനൽ ഇഷ്ടപ്പെട്ട സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ പേഴ്സണൽ റീഡിങ്ങിന്റെ നമ്പർ ഞാൻ തുടക്കത്തിൽ കൊടുക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. സോ പുതിയൊരു വീഡിയോ ഇട്ട് വരുമ്പോഴത്തേക്കും ബൈ.